നമസ്കാരം. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ സംബന്ധിച്ച് പറയുമ്പോൾ അദ്ദേഹം ഒരുപാട് വിചിത്രമായ ഒരുപാട് സ്വഭാവ സവിശേഷതകളുള്ള വ്യക്തിയാണ്. എല്ലാവരെയും ഒരേ സമയം അത്ഭുതപ്പെടുത്തുകയും ചില നേരത്തെങ്കിലും ആളുകൾക്ക് അദ്ദേഹത്തോട് ദേഷ്യം തോന്നുകയും ഒക്കെ ചെയ്യുമ്പോഴും ഡൊണാൾഡ് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ജീവിതം എല്ലാ കാലത്തും ആഘോഷിക്കുന്ന ഒരു വ്യക്തിയാണ്. എപ്പോഴും തനിക്ക് സുഖിച്ച് ജീവിക്കണം എന്ന് വിശ്വസിക്കുന്ന ഒരു മനുഷ്യൻ കൂടിയാണ് അദ്ദേഹം. അതിസമ്പന്നനായ ട്രംപ് എല്ലാ കാലത്തും ഒരു സമ്പന്നൻ്റേതായ രീതിയിൽ തന്നെയാണ് ജീവിച്ചു പോരുന്നത്. പക്ഷേ ഇപ്പോൾ അദ്ദേഹത്തിന് പ്രായമേറിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം ഈ രണ്ടാമത്തെ ടേമിൽ അദ്ദേഹത്തിൻ്റെ കാലാവധി പൂർത്തിയാക്കുമ്പോൾ അമേരിക്കയുടെ ചരിത്രത്തിലെ ഏറ്റവും പ്രായം കൂടിയ പ്രസിഡൻറ്റ്, സ്ഥാനം ഒഴിയുന്ന പ്രസിഡന്റ് എന്നുള്ള പദവി അദ്ദേഹത്തിന് ലഭ്യമായിരിക്കും. നേരത്തെ പ്രസിഡൻ്റായിരുന്ന ജോ ബൈഡൻ സ്ഥാനം ഒഴിയുമ്പോൾ അദ്ദേഹത്തിന് 82 വയസ്സായിരുന്നു പ്രായം. പക്ഷേ ട്രംപ് അദ്ദേഹത്തിൻ്റെ പ്രസിഡന്റ് കാലാവധി പൂർത്തിയാക്കുകയാണെങ്കിൽ അന്ന് അദ്ദേഹത്തിൻ്റെ പ്രായം 82 വയസ്സും 7 മാസവുമായിരിക്കും. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ട്രംപ് തന്നെയായിരിക്കും ഏറ്റവും പ്രായം കൂടിയ അമേരിക്കൻ പ്രസിഡൻ്റായി ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുക. പക്ഷേ ട്രംപിൻ്റെ ആരോഗ്യത്തെക്കുറിച്ച് ഇപ്പോൾ നിരവധി വാർത്തകളാണ് പുറത്തു വരുന്നത്. ഇവയിൽ എത്രത്തോളം വാസ്തവമുണ്ട് എന്നുള്ളത് ട്രംപിൻ്റെ വാക്കുകളിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ട്രംപിന് ഉറക്കമില്ലായ്മ ഇപ്പോൾ ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അതിന് നേരെ ഉറങ്ങാൻ കഴിയുന്നില്ല. കാരണം പ്രായത്തിൻ്റെ പ്രശ്നങ്ങൾ തന്നെയാണ്. പലപ്പോഴും പല ചടങ്ങുകളിലും ട്രംപിനെ കാണുമ്പോൾ അദ്ദേഹം കണ്ണ് തുറന്ന് പിടിക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടുന്നതായി നമുക്ക് തോന്നാറുണ്ട്. ഇത് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ എതിരാളികളും പലപ്പോഴും പറയാറുള്ള കാര്യമാണ്. ഒരു ട്രംപ് ചടങ്ങുകളിലൊക്കെ പങ്കെടുക്കുമ്പോൾ ഉറക്കം വന്നിട്ട് കണ്ണ് തുറന്ന് പിടിക്കുന്നതാണോ, അദ്ദേഹത്തിന് കണ്ണിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ ഉള്ള ഒരു വിഷയം അവിടെയുണ്ട്. മാത്രമല്ല ട്രംപിന് ഗുരുതരമായ രീതിയിൽ കേൾവി കുറവുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തോടൊപ്പം ചർച്ച നടത്താനെത്തുന്ന ഉദ്യോഗസ്ഥന്മാരൊക്കെ തന്നെ വളരെ ഉറക്കെ സംസാരിച്ചാണ് ട്രംപിനെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുന്നത് എന്നാണ് ട്രംപിൻ്റെ രാഷ്ട്രീയ എതിരാളികൾ കളിയാക്കി പറയുന്നത്. ട്രംപ് ശ്രവണ സഹായമൊന്നും തന്നെ ഉപയോഗിക്കാറില്ലാത്തത് കൊണ്ട് തന്നെ ഈ വരുന്ന ആളുകൾക്കും രാഷ്ട്രത്തലവന്മാർക്കും ഒക്കെ തന്നെ ഉച്ചത്തിൽ സംസാരിച്ചാൽ മാത്രമേ ട്രംപിന് കാര്യം മനസ്സിലാവുകയുള്ളൂ എന്നാണ് പലരും പറയുന്നത്. ഏതായാലും ഡൊണാൾഡ് ട്രംപ് തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ വാൾ സ്ട്രീറ്റ് ജേർണലിൽ ഒരു അഭിമുഖം നൽകിയിരുന്നു. അതിൽ അദ്ദേഹം തൻ്റെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ട്രംപിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ആസ്പിരിൻ ഗുളിക വലിയ തോതിൽ കഴിക്കുന്ന ഒരാളാണ്. ആസ്പിരിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അത് രക്തം കട്ടിപിടിക്കുന്നതിനെ തടയുന്നു എന്നുള്ളതാണ്. പക്ഷേ ഒരുപാട് പ്രായമുള്ള ആളുകൾ സ്ഥിരമായി കഴിക്കുന്നത് അത്ര നല്ല കാര്യമായിരിക്കില്ല എന്നാണ് ഡോക്ടർമാർ നേരത്തെ തന്നെ നിർദ്ദേശിച്ചിട്ടുള്ളത്. അത് പ്രത്യേകിച്ച് അമേരിക്കയിലെ മയോ ക്ലിനിക്കിലെ വിദഗ്ധന്മാർ, ലോകത്തെ ഏറ്റവും പ്രശസ്തമായ ആശുപത്രിയാണ് മയോ ക്ലിനിക്ക്, അവിടുത്തെ വിദഗ്ധന്മാർ പോലും പറയുന്നത് ആസ്പിരിൻ ഒരു പരിധിക്കപ്പുറം അങ്ങനെ കഴിക്കരുത് എന്നാണ്. ഇത് ആരോഗ്യത്തിന് തകരാർ ഉണ്ടാക്കും എന്നാണ് അവർ പറയുന്നത്. പക്ഷേ ഡൊണാൾഡ് ട്രംപ് പറയുന്നത് ഞാനിത് സ്ഥിരം കഴിക്കാറുണ്ട്. ഡൊണാൾഡ് ട്രംപ് പറയുന്നത് എൻ്റെ രക്തം കട്ടിപിടിക്കാൻ എനിക്ക് അത്ര ഇഷ്ടമുള്ള കാര്യമല്ല, അതുകൊണ്ട് രക്തം അനുസ്യൂത അത് ഭംഗിയായി ഒഴുകിക്കോട്ടെ, അങ്ങനെ എൻ്റെ ഹൃദയം എല്ലാ കാലത്തും ആരോഗ്യത്തോടെ നിലനിന്നോട്ടെ എന്ന് കരുതിയാണ് ഞാൻ സ്ഥിരമായി ഈ ആസ്പിരിൻ ഗുളിക കഴിക്കുന്നത് എന്നാണ് ട്രംപ് ഇതിന് നൽകുന്ന വിശദീകരണം. തനിക്ക് ചില ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് എന്നുള്ള കാര്യം അദ്ദേഹം സമ്മതിക്കുന്നുണ്ട്. പക്ഷേ അപ്പോൾ പോലും തൻ്റെ ചികിത്സയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളൊന്നും ഇപ്പോൾ അദ്ദേഹം വെളിപ്പെടുത്തിയിട്ടില്ല. മാത്രമല്ല പൊതു ചടങ്ങുകളിൽ പങ്കെടുക്കുമ്പോഴൊക്കെ തന്നെ നമ്മൾ കാണാറുള്ള ഒന്നാണ് ഡൊണാൾഡ് ട്രംപിൻ്റെ കൈകളിൽ കാണപ്പെടുന്ന ഒരു ചതഞ്ഞതുപോലെയുള്ള ചില പാടുകൾ. അത് മേക്കപ്പിട്ട് അദ്ദേഹം മറച്ചു വയ്ക്കാൻ ശ്രമിക്കുന്നതായും കാണാം. ഇത് ട്രംപിൻ്റെ അമിതമായ ആസ്പിരിൻ ഉപയോഗം മൂലമാണ് ഈ ത്വക്കിൽ ഇത്തരത്തിലുള്ള ഈ പാടുകൾ ഉണ്ടാകുന്നത്, ഈ ചതവുകൾ പോലെ കാണപ്പെടുന്ന ഈ പാടുകൾ ഉണ്ടാകുന്നത് എന്നാണ്. എന്നാൽ ഡൊണാൾഡ് ട്രംപിൻ്റെ പ്രസ് സെക്രട്ടറി കരോൾ ലെവിറ്റ് പറയുന്നത് ഇതൊന്നും ശരിയല്ല എന്നാണ്. കാരണം അവർ പറയുന്ന ന്യായം ഡൊണാൾഡ് ട്രംപ് ദിവസവും അമേരിക്കൻ പ്രസിഡന്റ് എന്നുള്ള നിലയിൽ ഒരുപാട് പേരെ കാണുന്നുണ്ട്, അവർക്കെല്ലാം അദ്ദേഹം ഹസ്തദാനം നൽകുന്നുണ്ട്, ഹസ്തദാനത്തിലൂടെയാണ് ഈ കയ്യിൽ ഈ ഒരു പ്രശ്നം ഉണ്ടായത് എന്നാണ് അവർ പറയുന്നത്. പക്ഷേ ഇത് എത്രത്തോളം വിശ്വസനീയമാണ് എന്ന് ഇനിയും നമ്മൾ കണ്ടെത്തേണ്ടിയിരിക്കുന്നു. മാത്രമല്ല ഡൊണാൾഡ് ട്രംപിൻ്റെ കാലുകളിൽ ചതവുകൾ ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അതെങ്ങനെ സംഭവിച്ചു എന്നറിയില്ല. കാല് വല്ലാതെ നീര് കെട്ടിയിരുന്നു എന്നും പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനായി അദ്ദേഹം പ്രത്യേക തരത്തിലുള്ള സോക്സുകൾ നേരത്തെ ഉപയോഗിച്ചിരുന്നതായി കാണാമായിരുന്നു. എന്നാൽ ഇത് വാർത്തയായി മാറിയപ്പോൾ ഡൊണാൾഡ് ട്രംപ് പതുക്കെ ഈ സോക്സ് അങ്ങ് മാറ്റി. അദ്ദേഹം പക്ഷേ നടക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടി തന്നെയാണ് നടക്കുന്നതെന്നറിയാം. കാരണം പ്രായാധിക്യവും ഈ ഒരുപക്ഷെ ഭരണത്തിൻ്റെ ആ ഒരു സമ്മർദ്ദമൊക്കെ കൊണ്ട് ഡൊണാൾഡ് ട്രംപ് കുറച്ച് ക്ഷീണിതനായിരിക്കും എന്നുള്ളത് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെയായിരിക്കും അദ്ദേഹം തനിക്ക് ആരോഗ്യത്തിന് കുഴപ്പമൊന്നുമില്ല, താൻ വളരെ ആരോഗ്യവാനാണെന്ന് കാണിക്കുന്ന രീതിയിൽ നടക്കുന്നത് എന്നാണ് അദ്ദേഹത്തിൻ്റെ എതിരാളികളും പലപ്പോഴും സ്വന്തം പാർട്ടിക്കാർ രഹസ്യമായി പറയുന്നത്. 25 വർഷമായിട്ടാണ് ഡൊണാൾഡ് ട്രംപ് ആസ്പിരിൻ ഗുളിക കഴിക്കുന്നത് നമ്മൾ ഓർത്തോളണം. ഒരു ദിവസം 325 ഗ്രാമിൻ്റെ ഗുളികകളാണ് അദ്ദേഹം കഴിക്കുന്നത്. പക്ഷേ ഡോക്ടർമാർ പറയുന്നത് ഇത് ഒരു വ്യക്തി ഒരു ദിവസം 81 ഗ്രാം മാത്രമേ കഴിക്കാൻ പാടുള്ളൂ എന്നാണ്. അപ്പോൾ ഡോക്ടർമാർ പറയുന്നതൊന്നും അനുസരിക്കാൻ ഡൊണാൾഡ് ട്രംപ് തയ്യാറല്ല. അദ്ദേഹത്തിന് എല്ലാ കാര്യങ്ങളും വളരെ സുഖകരമായ രീതിയിൽ അങ്ങ് നീങ്ങണം എന്നുള്ളതാണ് ട്രംപിൻ്റെ ഒരു താല്പര്യം. അതിൻ്റെ കൂടി ഭാഗമായിട്ടാണ് ഡോക്ടർമാർ പറയുന്നതൊക്കെ തന്നെ തള്ളിക്കൊണ്ട് അദ്ദേഹത്തിന് ഇഷ്ടമുള്ള രീതിയിലൊക്കെ തന്നെ ജീവിക്കുന്നത്. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ഭക്ഷണശൈലിയെക്കുറിച്ചും പലപ്പോഴും പലരും പറയാറുണ്ട്. അദ്ദേഹം ഈ കോളകളും മറ്റുമൊക്കെ ധാരാളമായി കഴിക്കുന്ന ഒരാളാണ്. ഒന്നാമത്തെ ടേമിൽ അമേരിക്കൻ പ്രസിഡൻ്റായിരുന്ന സമയത്ത് ഓവൽ ഓഫീസിൽ അദ്ദേഹം ഒരു ചുവന്ന ബട്ടൺ മേശപ്പുറത്ത് വെച്ചിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. തൻ്റെ സഹായിയോട് ഓരോ സമയത്തും അദ്ദേഹം ഈ ബട്ടണിൽ ബെല്ലടിച്ചതിന് ശേഷം അവരെ വരുത്തിയിട്ട് തനിക്ക് ഇഷ്ടപ്പെട്ട ഇത്തരത്തിലുള്ള സോഫ്റ്റ് ഡ്രിങ്ക്സ്, കോളകളെല്ലാം കൊണ്ടുവരാൻ ആവശ്യപ്പെടുമായിരുന്നു എന്നും നിരന്തരമായി ഈ ജങ്ക് ഫുഡ് കഴിക്കുന്ന ശീലം ഡൊണാൾഡ് ട്രംപിനുണ്ട് എന്നാണ് പറയപ്പെടുന്നത്.
അദ്ദേഹത്തിന് ആകപ്പാടെ ഒരു എക്സർസൈസ് എന്ന് പറയുന്നത് അദ്ദേഹം ഗോൾഫ് കളിക്കുന്നത് മാത്രമാണ്. ഒരുപാട് സ്ഥലങ്ങളിൽ അദ്ദേഹത്തിന് സ്വന്തമായി ഗോൾഫ് കോഴ്സ് തന്നെ നടത്തുന്ന വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ഗോൾഫ് കളി മാത്രമാണ് ട്രംപിൻ്റെ ഏക വ്യായാമം. പക്ഷേ അതുകൊണ്ടൊന്നും ഈ പ്രായത്തിൽ അദ്ദേഹത്തിന് പിടിച്ചു നിൽക്കാൻ കഴിയുമോ എന്നാണ് സ്വാഭാവികമായി എല്ലാവരും സംശയിക്കുന്നത്. ഏതായാലും ഡൊണാൾഡ് ട്രംപിൻ്റെ അടുത്ത വൃത്തങ്ങൾ പലപ്പോഴും രഹസ്യമായി പറയാറുള്ളത് ഡൊണാൾഡ് ട്രംപിന് വാർദ്ധക്യത്തിൻ്റെ എല്ലാ പ്രശ്നങ്ങളും ഉണ്ട് എന്നാണ്. അദ്ദേഹം വല്ലാതെ ദേഷ്യപ്പെടുന്നതും പൊട്ടിത്തെറിക്കുന്നതും അതുപോലെ ഈ പരസ്പര വിരുദ്ധമായ കാര്യങ്ങൾ സംസാരിക്കുന്നതും പലപ്പോഴും നേരത്തെ പറഞ്ഞ കാര്യങ്ങൾക്ക് വിപരീതമായി പിന്നീട് സംസാരിക്കുന്നതൊക്കെ തന്നെ വാർദ്ധക്യത്തിൻ്റെ ലക്ഷണമാണ് എന്നാണ് പലരും പറയുന്നത്. ഏതായാലും അമേരിക്ക പോലെയുള്ള ലോകത്തെ അതിശക്തമായ ഒരു രാജ്യത്തിൻ്റെ പ്രസിഡൻറ്റിൻ്റെ ആരോഗ്യത്തെക്കുറിച്ച് എല്ലാവരും വളരെ ഗൗരവത്തോട് തന്നെയാണ് എപ്പോഴും നോക്കിക്കാണാറുള്ളത്. അമേരിക്കൻ പ്രസിഡൻറ്റിൻ്റെ ആരോഗ്യനില മോശമായാൽ പല പ്രശ്നങ്ങളും ലോകത്തുണ്ടാകും എന്നാണ് പലരും കരുതുന്നത്. കാരണം ഈ ലോകത്തെ തന്നെ നശിപ്പിക്കാൻ ശക്തിയുള്ള ആറ്റം ബോംബ് ഉൾപ്പെടെയുള്ള ആയുധങ്ങൾ അമേരിക്കയുടെ കൈവശമുണ്ട്. ഇതിൻ്റെ എല്ലാം തന്നെ ഇതെപ്പോഴും പ്രയോഗിക്കണം എന്നുള്ള കാര്യങ്ങൾ തന്നെ തീരുമാനിക്കേണ്ടുന്ന വ്യക്തി അമേരിക്കൻ പ്രസിഡൻ്റാണ്. അങ്ങനെയുള്ള ഒരാളിൻ്റെ മാനസിക ശാരീരിക നില എപ്പോഴും ഭദ്രമായിരിക്കണമെന്ന് തന്നെയാണ് ലോകം ആഗ്രഹിക്കുന്നത്. ഏതായാലും ഡൊണാൾഡ് ട്രംപ് അല്ലേ ഇനിയുള്ള ദിവസങ്ങളിൽ അദ്ദേഹം എന്തൊക്കെ രീതിയിൽ അത്ഭുതങ്ങൾ കാട്ടിക്കൂട്ടുമെന്ന് കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും.